Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 19, 20 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ പള്ളി സ്ഥാപിതമായിട്ട് 1025 വർഷത്തിലേക്ക് പ്രവേശിക്കുക. AD 1001 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. 1025 വർഷം കത്തോലിക്ക സഭയിൽ വലിയൊരു ജൂബിലി ആയിട്ട് മാർപ്പാപ്പ ഈ അടുത്തിടെ ക്രിസ്മസ് ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ 1025 വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ജൂബിലിയുടെ അവസരമാണ്. ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇപ്പോ നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. കാഞ്ഞൂരിന്റെ തിരുനാൾ ആഘോഷത്തെ കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതും ഇതിനകം തന്നെ പലതുമൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുണ്യാളിനെ കുറിച്ച് എപ്പോഴും നമ്മൾ വിശേഷാൽ കേൾക്കുന്ന ഒരു പദം വിളികേട്ട പുണ്യവാൻ എന്നാണ്. കേരളത്തിലെ അതിപുരാതന കത്തോലിക്ക ദേവാലയങ്ങളിലൊന്നായ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിളികേട്ട വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. കാഞ്ഞൂരിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ആത്മീയ മുന്നേറ്റത്തിന്റെയും പ്രതീകമായി ക്രിസ്തുവർഷം 1001 സ്ഥാപിതമായ ഈ ചരിത്രപ്രസിദ്ധ ദേവാലയം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ളതാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും ഒത്താശയും പൂർണ്ണ പിന്തുണയും നമുക്കുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് സർക്കാരിന്റെ കൂടി ഒരു ആകാംക്ഷയാണ്, ആകുലതയാണ്. അത് ഭംഗിയായിട്ട് നമുക്ക് തീർക്കുക എന്നുള്ളത്. ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാതെയും അതുപോലെ ഏറ്റവും സമാധാനപരമായിട്ടും എന്നാൽ വിശ്വാസികൾക്ക് അത് പങ്കെടുക്കുമ്പോൾ ഒരു ആത്മനിർവൃതി ലഭിക്കണം. ദേവാലയത്തിൽ എത്തുമ്പോൾ പുണ്യാളനോട് പ്രാർത്ഥിച്ച് സംതൃപ്തരായിട്ട് ആത്മസംതൃപ്തിയോടെ മടങ്ങാൻ അവർക്ക് കഴിയണം. അതിനനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ 2025 ജനുവരി 17 മുതൽ 20 വരെയും 8-ാമിടം ജനുവരി 26, 27 തീയതികളിലും ആഘോഷിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നൊവേന ജനുവരി 10 വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി കാഞ്ഞൂർ കപ്പേളയിലും 11 മുതൽ കാഞ്ഞൂർ പള്ളിയിലും ആരംഭിക്കും. ജനുവരി 17 രാവിലെ 9 മണിക്ക് കാഞ്ഞൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശക്തൻ തമ്പുരാൻ കാഞ്ഞൂർ പള്ളിക്ക് കാണിക്കയായി സമർപ്പിച്ച ആനവിളക്ക് പള്ളി ചുറ്റി പ്രദക്ഷിണമായി പൊതുജന വണക്കത്തിനായി തൂക്കും. തുടർന്ന് വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവ നടക്കും. നമ്മുടെ 20-ാം തീയതി മരണപ്പെട്ട ദിവസം, പുണ്യാള മരണപ്പെട്ട ദിവസം ജനുവരി 20-ാം തീയതി 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണം. പുണ്യാളന്റെ ആത്മാവ് ആ പ്രദക്ഷിണത്തിന് ആ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ആ സമയത്ത് ആ 3 മണിക്കൂറും 12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണം 3 മണിക്ക് കയറുമ്പോൾ വരെ മുകളില് രൂപത്തിന് മുകളില് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ. ഏഷ്യയിലേക്ക് വെച്ച് ഏറ്റവും വലിയ 3 പ്രദക്ഷിണങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രദക്ഷിണവും ഇവിടുത്തെ ഈ പുണ്യാളുടെ ശക്തിയും ഈ പുണ്യാളുടെ അനുഗ്രഹവും പ്രാപിക്കുവാൻ വേണ്ടി തിരുനാൾ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും വൈദികരും വിയാച്ചനും ഉൾപ്പെടെയുള്ള വൈദികരും ട്രസ്റ്റിമാരും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന കാഞ്ഞൂരിന്റെ ഈ വലിയ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനുവരി 18 രാവിലെ പള്ളിയിൽ 5:30 7 10 വിശുദ്ധ കുർബാന, നൊവേന, വൈകിട്ട് കപ്പേളയിൽ വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ്. രാത്രി 9 മണിക്ക് വോയിസ് ഓഫ് കാഞ്ഞൂർ സ്പോൺസർ ചെയ്യുന്ന തൈക്കൂടം ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയുണ്ടാകും. 19 രാവിലെ 5:30 7 വിശുദ്ധ കുർബാന, നൊവേന. 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോഷി കളപ്പറമ്പത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് വചന സന്ദേശം നൽകും. തുടർന്ന് പുണ്യവാന്റെ തിരുസ്വരൂപത്തിൽ അമ്പും മുടിയും ചാർത്തലും മുസ്ലിം വിശ്വാസി പുണ്യവാന് സമർപ്പിച്ച നെക്ലേസ് അണിയിക്കൽ ചടങ്ങും നടക്കും. വലിയ തിരുനാളിന് വെക്കുന്ന രൂപമായിരിക്കില്ല. 8-ാം തിരുനാൾ ചെറിയ തിരുനാളായിട്ട് നോക്കുമ്പോൾ ആ തിരുനാളിന് വേറെ രൂപം, ചെറിയ രൂപമായിരിക്കും. വലിയ പെരുന്നാൾ വയ്ക്കുന്ന രൂപം പിന്നീട് ആ വലിയ 19-ാം തീയതി പിന്നീട് ഇറക്കുള്ളൂ. അത് 2 ദിവസം കഴിഞ്ഞ് രൂപം എടുത്തു വെക്കുന്നവർക്കും ചടങ്ങിലാണ് പറഞ്ഞു വരുന്നത്. അത് പിറ്റേ ദിവസം 21-ാം തീയതി 9 മണിക്ക് ആഘോഷമായിട്ട് തിരുസ്വരൂപം നമ്മൾ എടുത്തു വെച്ചാൽ പിന്നെ ആ രൂപം വരുന്നത് അടുത്ത വർഷം ഈ വിശ്വാസികൾക്ക് കാണാൻ വണങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാവുള്ളൂ. ഉച്ചകഴിഞ്ഞ് 2:45 ലതീഞ്ഞ്, തുടർന്ന് അങ്ങാടി പ്രദക്ഷിണം എന്നിവയുണ്ടാകും. വൈകിട്ട് 7:30 പള്ളിയങ്കണത്തിൽ പള്ളിമുഴക്കൽ മേളം,
കലാമണ്ഡലം പ്രദീപും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, രാത്രി 9-ന് വർണ്ണമഴ, തുടർന്ന് 9:30-ന് ന്യൂ വോയ്സ് പട്ടാമ്പി അവതരിപ്പിക്കുന്ന ബാൻഡ് മേളം എന്നിവ നടക്കും. രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രധാന തിരുനാൾ ദിനമായ 20-ന് രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന, 9:45-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് 12-ന് വിശുദ്ധന്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നേർക്കാഴ്ചയായി വിശുദ്ധനെ അകമ്പടി സേവിക്കാനായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാഞ്ഞൂരിന്റെ മുറ്റത്ത് വന്നണയും. 12 മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം, പുണ്യാളന്റെ ആത്മാവ് ആ പ്രദർശനത്തിന് ആ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ആ സമയത്ത് ആ 3 മണിക്കൂറും 12 മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം 3 മണിക്ക് കയറുമ്പോൾ വരെ മുകളിലെ രൂപത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ. ഒരുപക്ഷെ ശാസ്ത്രീയപരമായിട്ട് പലർക്കും അതിനെപ്പറ്റി പല കാര്യങ്ങളും പറയാനുണ്ടാവില്ല. പക്ഷെ ആ കറക്റ്റ് 12 മണിക്ക് തന്നെ ആ രൂപത്തിന്റെ മുകളിലെ പരുന്തുകൾ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ചാനലിലൂടെയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ ഭംഗിയായിട്ട് മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതാണ്. പക്ഷെ ഇത് അതിന്റെ ചരിത്രം, ഇതുപോലെ നടക്കുന്ന കണ്ണിന് നേർക്കാഴ്ചയുള്ള ഒരു അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണാൻ നൂറുകണക്കിന് വാദ്യ കലാകാരന്മാരും 500ഓളം പൊൻവെള്ളി കുരിശുകളും 1000കണക്കിന് നാനാവർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകളും 10,000കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ മൂന്നങ്ങാടി പ്രദക്ഷിണം നടക്കും. തുടർന്ന് വൈകിട്ട് 4-നും 5-നും വിശുദ്ധ കുർബാന, 6:30-ന് പള്ളിച്ചുറ്റി സമാപന പ്രദക്ഷിണം, രാത്രി 9-ന് MBK മ്യൂസിക്സ് അവതരിപ്പിക്കുന്ന തബോലം എന്നിവയുണ്ടാകും. 21-ന് രാവിലെ 5:30-നും 7-നും 10-നും, വൈകിട്ട് 5 മണിക്കും 6:30-നും 8-നും വിശുദ്ധ കുർബാനയുണ്ടാകും. രാത്രി 9-ന് രൂപം എടുത്തുവെക്കൽ, തുടർന്ന് പള്ളി ഗ്രൗണ്ടിൽ ബ്രദേഴ്സ് കാഞ്ഞൂർ സ്പോൺസർ ചെയ്യുന്ന കൊച്ചിൻ റിഥം ഗ്യാങ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയുണ്ടാകും. ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നു. അതിന് നമ്മൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുക. പ്രത്യേകം കൗണ്ടർ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രധാന കൽക്കുരിശ് ചിറ്റിയാണ് അന്നത്തെ തിരുനാൾ ദിവസങ്ങളിൽ അമ്പെഴുന്നള്ളിക്കുക. പിന്നെ ഇട ദിവസങ്ങളിൽ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 8-ാം മണിക്കൂറിന് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ട്. വൈകിട്ട് 5 മണിക്കും അതുപോലെ തന്നെ 7 മണിക്കും സൗകര്യമുണ്ട്. തിരുനാൾ 8-ാം ഇടം 26, 27 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ ഒരുക്കങ്ങൾ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴയുടെയും തിരുനാൾ ജനറൽ കൺവീനർ TD റോബർട്ടിന്റെയും മറ്റു ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ പൂർത്തിയായി വരുന്നു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, തിരുനാൾ കൺവീനർ TD റോബർട്ട്, പള്ളി കൈക്കാരന്മാരായ ജോസ് പാറയ്ക്ക, ജോസി കോഴിക്കാടൻ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് പടയാട്ടി, ജിജു കല്ലുങ്ങ, വൈസ് ചെയർമാൻ ഡേവിസ് വരേക്കുളം, സെബിൻ പുത്തൻപുരയ്ക്കൽ, ദിബിൻ പാലാട്ടി, പബ്ലിസിറ്റി കൺവീനർ ഔസേബ് ജോഷി, ജോയിന്റ് കൺവീനർ ഡിബിൻ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു.